നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രിയെ ചൊറിയാൻ പോയി മാന്തു മേടിച്ചു കൂട്ടി കിടന്നു മെഴുകുകയാണ് SFI. PM ശ്രീയിൽ നിന്ന് UDF സർക്കാർ പിറകോട്ട് പോകുക, അല്ലെങ്കിൽ SFI നിങ്ങളെ പിറകോട്ട് വലിച്ചിടുമെന്ന് മാസ് ഡയലോഗ് അടിച്ച കുട്ടിക്കമ്മികൾ ഇപ്പോൾ എയറിലാണ്. ജനം പച്ചയ്ക്ക് വലിച്ചു കീറുകയാണ് അടിമകളെ. നിന്റെയൊക്കെ വിജയൻ കപ്പിത്താൻ മന്ത്രിസഭ പോലും അറിയാതെ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ വലിച്ചു പിറകോട്ടിടാൻ നിന്നെ ഒന്നും കണ്ടില്ല, അന്ന് എവിടെ പോയിരുന്നു എന്നാണ് ജനം ചോദിക്കുന്നത്. അന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടി പോലും കരാർ തയ്യാറായി കഴിഞ്ഞ് ഒപ്പിടാൻ നേരത്താണ് അറിഞ്ഞത്. പിണറായി നിർദ്ദേശപ്രകാരം ബ്രിട്ടാസ് കേന്ദ്രവുമായി ഒരു ബ്രിഡ്ജാസ് പാലം കെട്ടി കരാർ ഉണ്ടാക്കി കൂടെ ഉള്ളവന്മാരെയും പറ്റിച്ച് PM ശ്രീക്ക് പന്തലിട്ടപ്പോൾ ഈ കമ്മിക്കൂട്ടം എവിടെയായിരുന്നു? എന്തേ അന്ന് സെക്രട്ടേറിയറ്റ് കത്തുന്ന സമരം നടത്തിയില്ല നിങ്ങളൊക്കെ? BJPയിൽ CPMനുണ്ടാകുന്ന PM ശ്രീ കുഞ്ഞിനെ താലോലിക്കാൻ പന്തല് കെട്ടിയവന്മാരല്ലേ നിങ്ങളൊക്കെ? കരാർ ഒപ്പിട്ട് കേരളത്തെ കുടുക്കി. ഒടുക്കം CPI ഇടഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം എതിർത്തപ്പോൾ പദ്ധതി മുക്കി കപ്പിത്താൻ ഓടി. അന്ന് അണ്ണാക്കിലെ പിരിവെട്ടിയവന്മാരാണ് ഇപ്പോൾ കിടന്ന് ഡയലോഗ് അടിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ സതീശനെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞിറങ്ങിയ HFI ഇപ്പോൾ പിണറായി വെച്ച മുൻപണിയിൽ കിടന്ന് മോങ്ങുകയാണ്. പിണറായി സർക്കാർ അന്ന് വലിയ ചതി കേരളത്തോട് കാണിച്ചപ്പോൾ ഒരക്ഷരം പ്രതികരിച്ചവരല്ല ഈ SFI. സമരവുമായിട്ട് ഇവരെ അന്ന് എവിടെയും കണ്ടില്ല. അന്ന് പിണറായി ഈ കരാറിൽ ഒപ്പുവെച്ചാൽ ഞങ്ങൾ പിറകോട്ട് വലിച്ചിടുമെന്ന് ഈ കൂട്ടത്തിലെ ഒരെണ്ണം പോലും വാ തുറന്ന് പറഞ്ഞില്ല. എന്നിട്ടാണ് ഇപ്പോൾ UDF സർക്കാരിനെ വെല്ലുവിളിക്കുന്നത്. ഇതിപ്പോൾ M സ്വരാജ് ആധികാരികമായി പറഞ്ഞ മണ്ടത്തരമുണ്ടല്ലോ. കരാറിൽ നിന്ന് പിന്മാറണമെങ്കിൽ കരാറിൽ ഒപ്പിടണമല്ലോ. അതുകൊണ്ടാണ് പിണറായി സർക്കാർ ഒപ്പിട്ടതെന്ന്. ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ പിന്മാറിയല്ലോ എന്ന് അടിമ കമ്മികൾക്ക് പാടി നടക്കാം. പിന്നെ PM ശ്രീയിൽ നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പാണ് സതീശൻ സർക്കാരും കാണിക്കുന്നത്. ആ വസ്തുതയും കൂടി നമ്മൾ തുറന്നു പറയണമല്ലോ. ഇടതും വലതും ഈ പദ്ധതിയിൽ ജനങ്ങളെ പറ്റിക്കുകയാണ്. മുൻ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് പദ്ധതിയിൽ അംഗമായേ പറ്റൂ എന്നാണ് സതീശൻ വെച്ചലക്കുന്നത്. ശുദ്ധ നുണയാണ് ആ പറയുന്നത്. അങ്ങനെ ഒരു ബാധ്യതയില്ല. പിന്നെ പിണറായി സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചു എന്നേ ഉള്ളൂ. 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയിട്ടില്ല. പക്ഷേ സതീശൻ സർക്കാർ പറഞ്ഞത് എന്താണ്? മുൻ സർക്കാർ പണം വാങ്ങിയതുകൊണ്ട് ഇതിൽ അംഗമായേ കഴിയൂ എന്ന്. പച്ച നുണയാണ് പറയുന്നത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ സതീശൻ സർക്കാരിന് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് PM ശ്രീ പദ്ധതിയിൽ എന്താണ് നിങ്ങളുടെ നിലപാട്, എന്താണ് തീരുമാനം എന്നാണ്. പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമില്ലെന്ന് എന്തുകൊണ്ട് സതീശൻ നിലപാടെടുക്കുന്നില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നായിരുന്നല്ലോ നിലപാട്. ആ നിലപാടിൽ എന്തേ നിങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ? ഇനിയെങ്കിലും നുണ പറച്ചിൽ നിർത്തിക്കൂടെ സതീശ? പിണറായി സർക്കാർ കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് പദ്ധതി ഏറ്റെടുത്തേ മതിയാകൂ എന്ന ബാധ്യതയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് സതീശൻ സർക്കാർ പച്ചക്കള്ളം പറയാതെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുക. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്നുള്ളത് പറയുക. എന്തായാലും SFI ഇപ്പോൾ പിണറായി വിജയൻ വെച്ച പണിക്ക് അടിമേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും വലിയ ഗീർവാണമടിയാണ് അവർ നടത്തുന്നത്. ഞങ്ങൾ സതീശനെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റും എന്നൊക്കെയുള്ള വീമ്പിളക്കലാണ്. PM ശ്രീ പദ്ധതിയിൽ SFI VD സതീശനെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. PM ശ്രീ പദ്ധതി പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. PM ശ്രീ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ വിദ്യാഭ്യാസ മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിട്ട് കാണുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പ്രതികരിച്ചത്. മന്ത്രിമാരെ കണ്ട് പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ ധരിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് കടക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനമെന്നും സഞ്ജീവ് പറഞ്ഞത്. PM ശ്രീ പിൻവലിക്കും വരെ പോരാടും. PM ശ്രീ ഒപ്പിടണമെന്ന് കേന്ദ്രം പറയുമ്പോഴൊക്കെ മുൻ സർക്കാർ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുമായിരുന്നു. SFI ആ ഘട്ടങ്ങളിലെല്ലാം അതിനെ എതിർത്തിരുന്നു. ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. മതനിരപേക്ഷതയെ തകർക്കും PM ശ്രീ എന്നാണ് SFIയുടെ നിലപാടെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സഞ്ജീവ് പ്രതികരിച്ചത്. കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് SFI പദ്ധതിയെ കാണുന്നത്. കഴിഞ്ഞ സർക്കാർ അത് പരിഗണിച്ച് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞതാണ്. പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ വിദ്യാർത്ഥികളിൽ RSS ബോധം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ സർക്കാരിൽ പഴിചാരി രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. PM ശ്രീ പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് SFI ആവർത്തിക്കുന്ന ആവശ്യം. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ അത് തെളിയിക്കാൻ താൻ വെല്ലുവിളിക്കുന്നുവെന്നും PS സഞ്ജീവ് പറഞ്ഞു. PM ശ്രീ ഒപ്പിടൽ
RSS കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണ്. സർവകലാശാലയിലേക്ക് RSSകാർ വരുന്നത് ഈ ഡീലിന്റെ ഭാഗം. VCമാർ മാപ്പ് പറയേണ്ടതല്ല ആവശ്യം, ഗവർണറുടെ സർക്കാർ അതൃപ്തി അറിയിക്കണം. റോജി M. ജോൺ നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്നും സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആരോപിച്ചത്. വലിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ SFIക്കാർ പറയുന്നത്. അതായത് കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതാണ് ഈ പദ്ധതി. അത് മനസ്സിലാക്കി മുൻ സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെന്ന് ഒലക്കയാണ്. മുൻ സർക്കാരിന് നേരെ വിമർശനങ്ങൾ അതിരൂക്ഷമായി വന്നപ്പോഴായിരുന്നു പദ്ധതിയിൽ നിന്ന് പിന്മാറിയത്. ഒരു എതിർപ്പ് പോലും ആ പദ്ധതിക്ക് നേരെ അന്ന് ഉയർന്നിരുന്നില്ല എങ്കിൽ ഉറപ്പായും ബ്രിഡ്ജാസ് ഇട്ട പാലം വഴി പിണറായി അങ്ങ് കയറി കൈ കൊടുക്കുമായിരുന്നു. PM ശ്രീ ഇവിടെ നടപ്പാകുകയും ചെയ്യുമായിരുന്നു. വെറുതെ കിടന്ന് ഗീർവാണം അടിക്കരുത് ഈ SFIക്കാർ. SFI നല്ല കട്ടയ്ക്ക് സമരം ചെയ്തിരുന്ന കാലമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് പണ്ടാണ്. ഇപ്പോഴത്തെ SFI തനി മണ്ടന്മാരും അടിമകളും മാത്രമാണ്. പിണറായി വരയ്ക്കുന്നിടത്ത് നിൽക്കുന്ന കുറേ അടിമ കണ്ണുകൾ, അതുമാത്രമാണ് SFI. ആ ഒരു പ്രസ്ഥാനം തന്നെ അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിൽ ഒരു സംശയവും ഇല്ല. എന്തായാലും ഇന്നിപ്പോൾ UDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ അങ്ങ് വലിച്ചു പുറത്തിടും എന്നൊക്കെയുള്ള ഈ ഡയലോഗടി ഉണ്ടല്ലോ, മുൻപ് നിങ്ങൾ ഇതേ ഡയലോഗടി അടിച്ചിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും യോഗ്യത ഈ വിഷയത്തിൽ 2 വാക്ക് പറയാൻ നിങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് കേരളം പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ ഡയലോഗ് അടിച്ച് വരുമ്പോൾ മലയാളികൾ എടുത്തുടുത്ത് മൂലയിലോട്ട് വെക്കുന്നതും. PM ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ പ്രതികരിച്ചത് എന്തായിരുന്നു? അതുകൂടി നമുക്കൊന്ന് നോക്കണമല്ലോ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം നടപ്പാക്കണമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായം വസ്തുതാ വിരുദ്ധമാണെന്നും ധാരണാപത്രം LDF സർക്കാർ മരവിപ്പിച്ചതാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിച്ചത് SSK ഫണ്ടാണ്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ ഒഴുക്കുമെന്ന് പറഞ്ഞ UDF സർക്കാർ ഇപ്പോൾ നയം മാറ്റി. ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം പദ്ധതി നടപ്പാവില്ല. കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതായത് പിണറായി വിജയൻ കസേരയിൽ ഇരുന്നപ്പോൾ അതിൽ കൊണ്ടുപോയി ഒപ്പിട്ടതിനെ കുറിച്ചൊക്കെ അങ്ങ് വിഴുങ്ങുകയാണ്. പകരം UDF സർക്കാർ കേരളത്തോട് ചതി കാണിക്കുന്നു എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അധികാര കസേരയിൽ ഇരുന്നപ്പോൾ എന്തായിരുന്നു കേരളത്തോട് കാണിച്ചത്? PM ശ്രീയിൽ പണം തട്ടാനുള്ള പണിയല്ലേ കാണിച്ചത്? എന്നിട്ടാണ് ഇപ്പോൾ വലിയ ഗീർവാണം അടിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് വിവരങ്ങൾ. പദ്ധതിയിൽ ഇടത് സർക്കാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ കേരളം അതിൽ പങ്കാളിയായി എന്നാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. കരിക്കുലം നിശ്ചയിക്കുന്നതിലും സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിലും കേന്ദ്ര ഇടപെടൽ അനുവദിക്കില്ല. ഇതേക്കുറിച്ച് പരിശോധിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായി 4 അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. PM ശ്രീ വിഷയത്തിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് കൂട്ടായ തീരുമാനമെടുക്കുമെന്നാണ് VD സതീശൻ പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇടത് സർക്കാരാണ് കരാർ ഒപ്പിട്ട് പണം വാങ്ങിയത്. ധനകാര്യ വകുപ്പിന്റെ വരെ ക്ലിയറൻസ് വാങ്ങിയാണ് കരാറിൽ ഒപ്പുവെച്ചത്. വിദ്യാഭ്യാസ അവകാശങ്ങൾ ബലി കഴിക്കാതെ പദ്ധതി നടപ്പാക്കാനുള്ള വഴിയാണ് ഈ സർക്കാർ തേടുന്നത്. ഇതാണ് VD സതീശൻ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോഴും പറയുന്നു VD സതീശൻ തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഒപ്പുവെച്ചു എന്നുള്ളതേ ഉള്ളൂ, അതിൽ നിന്നൊരു പണം പോലും മുൻ സർക്കാർ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആവർത്തിച്ചു പറയുന്നു, മുൻ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു ബാധ്യതയേ അല്ല. കരാറിൽ നിന്ന് പിന്മാറാൻ ഈ സർക്കാരിന് എല്ലാ ന്യായവുമുണ്ട്. അതായത് പിന്മാറാൻ സർക്കാരിന് കഴിയും. പക്ഷേ ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കാനാണ് VD സതീശനും ശ്രമിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ നിലപാടുകൾ. പണ്ട് നിങ്ങൾ പറഞ്ഞ നിലപാടുകളും ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നിലപാടുകളും തമ്മിൽ എത്ര അന്തരമാണ്. കേരള സമൂഹത്തിന് മുൻപിൽ നാണം കെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ വെറുതെ നിലപാട് അടിക്കരുത്. നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെയായിരുന്നു VD സതീശനെ പൊക്കിയടിക്കുന്നവർ VD സതീശന്റെ ഫാൻസ് പേജുകളൊക്കെ തള്ളി മറിച്ചത്. എന്ത് നിലപാടാണ്? ഒന്ന് ഇരുട്ടി വെളുത്ത് മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്ക് മുൻപ് പറഞ്ഞ എല്ലാ നിലപാടുകളും അങ്ങ് മലർത്തിയടിക്കുകയാണ്, പ്ലേറ്റ് മാറ്റുകയാണ്. ഇതിനെ ഊച്ചാളിത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതിനെയൊക്കെ നിലപാടെന്ന് പറഞ്ഞ് ഇനി പൊക്കി പിടിച്ചുകൊണ്ട് വരരുത്. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ VD സതീശൻ സർക്കാർ കുറച്ചധികം വെള്ളം കുടിക്കും. എന്തായാലും SFI സമരവുമായി, ഉളുപ്പില്ലാത്ത സമരവുമായി വരും. കാരണം പിണറായി വിജയന്റെ കാലത്ത് ഒപ്പിട്ടതാണെങ്കിലും ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് UDF സർക്കാരാണല്ലോ. അതുകൊണ്ട് ആ ന്യായം പറഞ്ഞുകൊണ്ട് അവർ സമരവുമായി രംഗത്തേക്ക് വരും. കുറച്ചധികം വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിണറായി വിജയനാണെങ്കിലും VD സതീശനാണെങ്കിലും ഈ പദ്ധതിയിൽ കേരളത്തിലെ ജനങ്ങളെ വട്ടത്തിലും നീളത്തിലും പറ്റിച്ചു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല.
ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടുകളുടെ പേരിൽ തമ്മിലടിക്കുകയാണ്. പക്ഷേ രണ്ടു കൂട്ടർക്ക് നിലപാടില്ല എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.